ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മൾ പുറത്തു പോയി ചിലർ സ്കേറ്റ് എക്സസൈസ് ചെയ്യാറുണ്ട്, വീടിൻ്റെ അകത്തും എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വീട്ടിൽ എക്സസൈസ് ചെയ്യാം എന്നുള്ളതാണ്. പലരും ഓടാനും അതുപോലെ നടക്കാനൊക്കെ വീട്ടിൽ പോകാറുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലൊക്കെ നടക്കാം. സമയം കുറവുള്ളവരാണ് വീട്ടിൽ തന്നെ പരിശീലിക്കാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ജോലികളുണ്ട്. ഗാർഡനിങ്ങും സ്കേറ്റിങ്ങും ഉള്ള കാരണം അതിൻ്റെ വീഡിയോ എടുക്കണം, ചെടികളുടെ പരിപാലനമൊക്കെ ആയിട്ട് പുറത്തു പോകാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന എക്സസൈസ് സ്കേറ്റിങ്ങും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യും. അതായത് നിങ്ങൾ നടക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കാണിക്കാം. അതുപോലെ ഇതേപോലെ നടക്കാം, ഓടുന്ന പോലെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓടുന്നതിന് തുല്യമായിട്ടുള്ളൊരു വ്യായാമം കിട്ടും. മൊത്തത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു എക്സസൈസാണ് ഇപ്പോൾ കാണിച്ചത്. അതുപോലെ കൈ രണ്ടും ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് പരിശീലിക്കാം. ഇതേപോലെ പരിശീലിക്കാം. അതുപോലെ ഒരു ലെഗിൽ എത്ര സമയം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അതുപോലെ ഇത് കൈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നിൽക്കാൻ ശ്രമിക്കാം. അതിൻ്റെ അടുത്ത ലെഗ് ഇതുപോലെ പ്ലേ ചെയ്ത് ശീലിക്കാം. പിന്നെ ഇതേപോലെ ചെയ്ത് പരിശീലിക്കാം. പലരും പല മരുന്നുകളൊക്കെ കഴിക്കാറുണ്ട്, വണ്ണം കുറയാനും വണ്ണം വെക്കാനും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. അതായത് വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർ 6 മണിക്ക് ശേഷം ഒരു 7 മണിക്ക് ശേഷം ഫുഡൊന്നും കഴിക്കാതിരിക്കുക. കിടക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം കുടിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അമിതമായിട്ട് കഴിക്കാതിരിക്കുക, കൊഴുപ്പടങ്ങിയതൊന്നും അധികം കഴിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 9 മണിക്ക് ശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. അത് എനിക്കുണ്ടായിരുന്ന അനുഭവമാണ്. ഞാൻ 6-6:30 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഒരാഴ്ചയിലൊരിക്കൽ തൂക്കം നോക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 9 മണിക്ക് ശേഷം കഞ്ഞി കുടിച്ചിട്ടിടും. അപ്പോൾ വെയിറ്റ് കുറയുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ വെയിറ്റ് കുറഞ്ഞു കാണുന്നവർക്ക് ഈ ഒരു രീതി അവലംബിക്കാവുന്നതാണ്. അതായത് ഒരു 9 മണിക്ക് ശേഷം വീണ്ടും എന്തെങ്കിലും കഞ്ഞി കുടിക്കുന്നതല്ല, തണുത്ത കഞ്ഞി ഉണ്ടെങ്കിൽ അത് കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയില്ല. വെയിറ്റ് കുറക്കാൻ ആഗ്രഹമുള്ളവരാണ് ഒരു 6-7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്തെങ്കിലും ജോലിയിൽ ഇരുന്നുള്ള ജോലിയല്ല ഉദ്ദേശിച്ചത്, എന്തെങ്കിലും ജോലിയിൽ ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ സ്കേറ്റിങ്, ഗാർഡനിങ്, അതൊക്കെ നമ്മളെപ്പോഴും ശരീരം അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഒരു വെയിറ്റ് കൂടാതെ കുറയാതെ നിലനിർത്താൻ പറ്റും. മെയിനായിട്ട് വേണ്ടത് വണ്ണമുള്ളവർ ഭക്ഷണം കുറച്ച് കഴിക്കാം. 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. വണ്ണം കുറഞ്ഞു പോണവരാണെങ്കിൽ 9 മണിക്ക് ശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാം. ഭക്ഷണം ഉദ്ദേശിക്കുന്ന കഞ്ഞി അരിയണം, തണുത്ത കഞ്ഞി. അപ്പോൾ വെയിറ്റ് കുറയില്ല. അപ്പോൾ അങ്ങനെ ശീലിക്കാം. ഇനി പുറത്ത് ചിലർ ഓടാൻ പോകും. അപ്പോൾ ഓടണതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ ഓടാം. അതൊരു പുറത്തു പോയി ഓടുന്നതിന് തുല്യമാണ്. അപ്പോൾ നടക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ
പിന്നെ വേറെ പല എക്സസൈസ് ഉണ്ട്. നമ്മൾ കൈ രണ്ടും ഉയർത്തിയിട്ട് ഇതേപോലെ മുട്ട് മടക്കാതെ ഇതിൽ മുട്ടിക്കാം. അതുപോലെ ഇതേപോലെ തിരിയാം, ഈ സൈഡും തിരിയാം. ഇതേപോലെ ഒരു 5 പ്രാവശ്യം കാണിക്കാം. ഇതേപോലെ അപ്പൊ കഴുത്ത് വേദന മറ്റുള്ള വേദനകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇങ്ങനെ ഇരുന്ന് ഇരിക്കലൊരു വ്യായാമം തന്നെ. അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനുള്ള എക്സസൈസ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.